അറിയുമോ എന്റെ മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തം കൊടുത്ത തിരുമുഖം ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ തിരുനാവ വായിലേക്ക് ഇട്ടുകൊടുത്ത മഹനീയമായ വ്യക്തിത്വം ഹബീബായ തങ്ങൾ പറഞ്ഞു, അൽ ഹസനു വൽ ഹുസൈൻ സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണെന്ന് പരിചയപ്പെടുത്തിയ മഹാന്മാർ, അവരിൽ നേതാവായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസാണ്. ഇതാ കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് പ്രകടനം നടത്തുന്നത്. നസ്വാറാക്കളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ചോദിച്ചത്, ഇതാരുടേതാണ്? അപ്പോഴവര് പറഞ്ഞു, റഅസുൽ ഹുസൈൻ, ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ഉടനെ അദ്ദേഹം പറയുകയാണ്, ലൗ കാന ലഈസാ, ഈസാ നബിക്കൊരു മകനുണ്ടായിരുന്നെങ്കിൽ ലഹമൽനാഹു അലാ കതാഫിനാ, ഞങ്ങൾ ചുമലിന്മേൽ വഹിച്ചേനേ. നിങ്ങൾ എന്തൊരപമര്യാദയാണ് കാണിക്കുന്നത്? ഞങ്ങൾക്ക് ഈസാ നബി അലൈഹിസ്സലാമിനൊരു മകനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചുമലിന്മേൽ വഹിച്ചേനേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോനാണ്. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് അടുത്തേക്ക് നിൽക്കാമോ? നമുക്കിത് പറഞ്ഞിട്ടൊരൽപ്പം സ്വലാത്തു ചൊല്ലാം. താഹിറുൽ അഹ്ദൽ തങ്ങളുടെ തിരുശരീരം വിശ്രമിക്കുന്ന ഈ അങ്കണത്തിൽ അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഈ സദസ്സിൽ താജുൽ ഉലമാ തങ്ങളുടെയും നൂറുൽ ഉലമാ ഉസ്താദ് അവറുകളുടെയും ഒക്കെ തിരുനോട്ടമുണ്ടാകണമെന്ന് നമ്മൾ കൊതിക്കുന്ന ഈ സംഗമത്തിൽ എല്ലാറ്റിലും ഉപരിയായി ലോകഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ നോട്ടം ലഭിക്കണമെന്ന് നമ്മൾ കൊതിക്കുന്ന ഈ സദസ്സിൽ അവിടുന്ന് പറഞ്ഞ മക്കളുടെ മഹത്വം പറയുന്ന ഈ സദസ്സ് പുണ്യനബിതങ്ങൾക്ക് ഇഷ്ടമില്ലാതിരിക്കില്ല. പറയുന്നവർ യോഗ്യത കുറഞ്ഞവരാണെങ്കിലും പറഞ്ഞത് ഉന്നതന്മാരുടെ കഥയാണെന്നൊരു പ്രതീക്ഷയുണ്ട്. കൂടെയുള്ളത് വലിയ നേതാക്കളാണെന്നൊരാശയുണ്ട്. അങ്ങ് ദൂരെ നിൽക്കുന്നവരൊക്കെ ഒന്ന് അടുത്തു നിന്നാൽ ഇത് ഞാൻ പ്രഭാഷണം നടത്തുന്ന വേദി എന്നതല്ല, ഇത് മുത്തുനബി തങ്ങളുടെ മക്കളെ പറഞ്ഞ സദസ്സെന്നൊരു ബഹുമാനമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് അടുത്തു നിന്നാൽ, ഒന്ന് രണ്ട് വളണ്ടിയർമാര് ചെയർ ഒന്ന് തർത്തീബാക്കി കൊടുത്തെങ്കിൽ ആളുകൾക്ക് വന്നിക്കാൻ സൗകര്യം ഉണ്ടാവും. ചിലപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുണ്ടാവും. 2-3 എല്ലാ കസേര എടുത്തിട്ട് ബഹളാക്കണ്ട. ഈ ഫ്രണ്ടിലുള്ള കുറച്ചൊന്ന് മാറ്റി കൊടുത്താൽ, മുത്തല്ലിമികളുടെ സൈഡിലേക്ക് നിന്നാൽ അല്ലാത്തവർക്ക് ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് നിൽക്കാനും കഴിയും. അള്ളാഹു നമ്മളൊക്കെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് കുന്തത്തിന്മേൽ നാട്ടിയിട്ട് പ്രകടനം നടത്തുമ്പോൾ വേദക്കാരനായ മനുഷ്യന് വേദനിക്കുകയാണ്. അവസാനം അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഇന്നത്തെ പ്രകടനം കഴിഞ്ഞ് നാളത്തെ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഈ ശിരസ് അടക്കം ചെയ്ത പെട്ടി രാത്രി എന്റെ വീട്ടിൽ വെക്കുമോ? ഞാൻ നിങ്ങൾക്ക് നല്ല സമ്മാനം തരാം, 1000 ദീനാറു തരാം. നിങ്ങൾ എന്റെ വീട്ടിൽ വെക്കുമോ? അതേ, വിപ്ലവകാരികൾ കലാപകാരികൾക്ക് സന്തോഷമായി,
വെക്കാനൊരിടമായി ഇനാം വേറെയും ലഭിക്കും. അങ്ങനെ ആ ശിരസ് കൊണ്ടുവന്ന് വേദക്കാരന്റെ വീട്ടിൽ വെച്ചു. രാത്രിയായപ്പോൾ ഈ വേദക്കാരനായ മനുഷ്യൻ അലി, ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി തങ്ങളുടെ ചേതനയേറ്റ ശിരസ് പേടകത്തിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. ഉടലങ്ങ് കൂഫയിലാണ്. അവിടുത്തെ ശിരസ്സിന്ന് വിശ്രമിക്കുന്നത് കൈറോയിലാണ്. അവിടുത്തെ ശരീരമുള്ളത് കൂഫയിലാണ്. അറിയുമോ, മഹാനരായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ ആദരണീയമായ ശിരസ് നേരെ എടുത്തു വച്ചിട്ട് ഈ വേദക്കാരൻ ചുംബനം കൊടുക്കുകയാണ്. ഹബീബിന്റെ ചുടുമുത്തം കിട്ടിയ നെറ്റിത്തടങ്ങളിൽ ഫാത്തിമ സഹറ മഹദിയുടെ ചുടുചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ മുഖകമലത്തിൽ കണ്ടില്ലേ ഹബീബായ നബിതങ്ങള് നാവ് ഇട്ടിട്ട് ഈമ്പിക്കുടിച്ചോ മോനെ എന്ന് പറഞ്ഞ് ലോകത്തെ ഏറ്റവും പവിത്രതയുള്ള പാനീയം ഈമ്പിക്കുടിക്കാൻ നിയോഗം കിട്ടിയ അധരങ്ങളിൽ അവിടുന്ന് മിമ്പറിൽ നിൽക്കുമ്പോഴും മക്കള് നടന്നു വരുമ്പോൾ വാത്സല്യം ലഭിച്ച ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് ഈ വേദക്കാരനെടുത്ത് മുത്തം കൊടുക്കുകയാണ്. അതാ ഒരു ചീർപ്പെടുത്തിട്ട് അവിടുത്തെ തലയിങ്ങനെ വാർന്നു കൊടുക്കുകയാണ്. എന്നിട്ടോ ആവർത്തിച്ചാവർത്തിച്ച് ചുംബനം കൊടുത്ത് സുഗന്ധം പൂശി ഹബീബായ മുത്തുനബി തങ്ങളുടെ പൊന്നുമോ മുത്തുനബി തങ്ങൾ തോളത്ത് വെച്ചുകൊണ്ട് നടക്കുമ്പോ മദീന കരഞ്ഞിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങളെ പറഞ്ഞു തോൽപ്പിച്ച ബിലാല് തങ്ങൾക്ക് ഹസനൈനിയോട് പറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെല്ലാമുള്ള രാജാക്കളല്ലേ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് നല്ലതുപോലെ സുഗന്ധം പൂശി വൃത്തിയാക്കി നല്ലതുപോലെ തലയൊക്കെ വാർന്ന് മുത്തം കൊടുത്ത് ഇരിക്കുന്നതിനിടയിലങ്ങ് മയങ്ങിയപ്പോൾ അതാ പ്രത്യക്ഷപ്പെടുകയാണ്. ആ വേദക്കാരൻ അവിടെ ഇരുന്നങ്ങ് മയങ്ങിയപ്പോൾ അതാ വരുന്നു സാഹിബു തർഫിൽ കഹീൽ വൽഖദ്ദിൽ ലസീൽ വസ്സംസമി വസ്സൽസബീൽ സയ്യിദി വമലാദി വകഅസി വമശ്റബി ووصالي وآخذ يدي إن شاء الله صاحب الشفاعة العظمى صاحب المقام المحمود والحوض المورود روحي فداء മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കാൻ അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബ് നീ മഹബ്ബത്ത് കൊണ്ട് നിറയ്ക്കണം റഹ്മാനേ. ആ ഹബീബായ തങ്ങള് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ വേദക്കാരനായ മനുഷ്യനോട് പറയുകയാണ്, നിങ്ങളെന്റെ മകനോട് സ്നേഹം വെച്ചതുകൊണ്ട് ഞാൻ നിങ്ങളെ പരിഗണിക്കുകയാണ്. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം.
ഹബീബായ തങ്ങളങ്ങ് കൈപിടിച്ചു. അയാള് ഞെട്ടിയുണർന്നപ്പോൾ കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ചു. എന്നിട്ട് മുത്തം കൊടുത്തിട്ട് പറയുകയാണ്, യാ ഹുസൈൻ ലാ അംലികു ഇല്ലാ നഫ്സി, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ മോനെ. അവര് രാവിലെ വരുമ്പോ ദീനാറ് കൊടുത്ത് ഈ ശിരസ് തിരിച്ചു കൊടുക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് അതിന്റെ ആളുകൾ വന്നു. ആ ശിരസിന്റെ പേടകം ഏൽപ്പിച്ചു. 1000 ദീനാറു നൽകി. ഈ വേദപണ്ഡിതനായ മനുഷ്യൻ അഹ്ലുബൈത്തിന്റെ ഖിദ്മത്തിലേക്ക് ജീവിതം ഒഴിഞ്ഞു വെച്ചുപോയി. ഹിദായത്തിന് കാരണം മുത്തുനബിതങ്ങളുടെ പേരമകനോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും തങ്ങന്മാരെ ബഹുമാനിക്കണം. അത് അവരോട് ആദരവോടെ ജീവിക്കണം. അവരെ കുറിച്ചൊന്നും ഇന്ന് പറയാൻ നേരം കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള ബുഖാരി സാദാത്തുക്കളുണ്ട്, അഹ്ദൽ സാദാത്തുക്കളുണ്ട്, ബാലവി സാദാത്തുക്കളുണ്ട്, അതുപോലെ തന്നെ ജിഫ്രി സാദാത്തുക്കളുണ്ട്, തുറാബ് തങ്ങന്മാർ ണ്ട്. അങ്ങനെ എത്രയോ കബീലയിലെ മഹാന്മാരുണ്ട്. അവരെല്ലാം വേർതിരിച്ചുകൊണ്ട് ചരിത്രം പറയാനുണ്ട്. സാഹിബുൽ മിർബാത്ത് റളിയല്ലാഹു അൻഹു ഈ അഹ്ലുൽ ബൈത്തിന്റെ എല്ലാം രാജാവാണ്. മൂസൽ കാളിമ തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒരു ദിവസം പറയാനുണ്ട്. അതുപോലെ തന്നെ ജഅഫറുസ് സാദിഖ് തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എത്ര നേരം പറയാനാണ്. അലി സൈനുൽ ആബിദീൻ തങ്ങൾ സല്ലാ കുല്ല ലൈലത്തിൻ അൽഫറകാ, ഓരോ രാത്രിയിലും 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച മഹാനാട്. അങ്ങനെ ഓരോ സയ്യിദന്മാരെ പറഞ്ഞാൽ എത്രയെത്ര പറയാനുണ്ട്. നമ്മളൊക്കെ പഠിക്കണം, ഞാനും പഠിക്കണം, നിങ്ങളും പഠിക്കണം. സയ്യിദന്മാരെ കുറിച്ച് പഠിക്കാൻ ഒരുപാടുണ്ട്. അവരെ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു നൽകിയ വലിയ ഭാഗ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദുമാരെല്ലാം ഓരോ സയ്യിദന്മാരെ കൈപിടിക്കുന്നത്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർകൾ ഉള്ളാളത്ത് ഉപ്പാപ്പാന്റെ കൈപിടിച്ച് നടന്ന് ഇപ്പോഴും അവിടുത്തെ തണലിൽ ജീവിച്ച് ബാക്കിയുള്ള മുഴുവൻ സാദാത്തുക്കളെയും ആദരിച്ച് സ്നേഹിച്ച് താഹിറുൽ ഹദൽ തങ്ങളോട് വലിയ ചങ്ങാത്തം നിലനിർത്തി അവരവരുടെ ആത്മീയ പദവിക്കനുസരിച്ച് സംസാരിക്കാൻ സയ്യിദന്മാരെ മുഴുവനും ആദരിക്കുന്ന നമ്മുടെ ഉസ്താദിന്റെ മാർഗം അത് നാളത്തേക്കുള്ള ഒരു കരുത്തു സ്വത്താണ്. ശംസുൽ ഉലമാ ഉസ്താദ് അവർകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? അഹ്ലു ബൈത്തിനോട് എത്ര വലിയ ആദരവായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? എം.എ. ഉസ്താദിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മളെല്ലാം സയ്യിദന്മാരോട് വലിയ മഹബത്ത് വേണം, ആദരവ് വേണം. നമ്മളോട് സമീപകാലത്ത് വിട പറഞ്ഞു പോയ, ഞങ്ങൾക്ക് വ്യക്തിപരമായി വളരെ ബന്ധമുള്ള, ഞങ്ങൾ ഉപ്പാനോട് പറയും പോലെ ഞങ്ങൾ അടുത്തു നിന്ന് എല്ലാ സങ്കടവും പറഞ്ഞിരുന്ന മൽഹറിന്റെ അങ്കണത്തിൽ വിശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, അല്ലാഹുവേ അവിടുത്തെ ദറജ ഉയർത്തിക്കൊടുക്കണം റഹ്മാനേ. അതുപോലെ നമ്മുടെ സാദാത്തുക്കളെല്ലാം, അതുപോലെ താഹിറുൽ ഹദൽ തങ്ങൾ ജീവിതകാലത്ത് ഞങ്ങൾക്ക് കൂടുതൽ അടുത്തൊന്ന് സങ്കടം പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളുടെ കൽബിൽ അവിടുത്തോടുള്ള ചെറിയ സ്നേഹം, അവിടുത്തെ മക്കൾ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹം, അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, ഈ മജ്ലിസ് കേവലം ഒരു വഅലിന്റെ മജ്ലിസ് അല്ല, ഹബീബിലേക്ക് മഹബത്ത് വർദ്ധിക്കാനുള്ള മജ്ലിസാണ്. തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാനുള്ള മജ്ലിസാണ്. ശഅബാനിലെ രാവാണ്. ഹബീബായ നബി തങ്ങളുടെ മാസമല്ലേ ശഅബാൻ? ശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസമാണെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചില്ലേ? അത്രയും വലിയ മഹത്വമുള്ള ശഅബാനിലെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവാണ്
ശഅബാനിലെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. വലിയ ഭാഗ്യമുള്ള മജ്ലിസിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയത്. മുത്തുനബി തങ്ങളുടെ മാസമായ ശഅബാനിലെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവ് സ്വലാത്ത് സ്വീകരിക്കാൻ ഹബീബ് കാത്തിരിക്കുന്ന സമയമാണ്. നമുക്കൊരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവിലേക്ക് ദുആ ചെയ്യണം, ഹബീബിലേക്ക് മഹബത്ത് തേടണം. നമുക്കാകെയുള്ള വലിയ തണലെന്ന് പറയുന്നത് മഹത്തുക്കളായ സാദാത്തുക്കളാണ്. സമീപകാലത്ത് നമ്മോട് വിട പറഞ്ഞു പോയ വൈലത്തൂര് തങ്ങളുപ്പാപ്പ, അല്ലാഹുവേ അവിടുത്തെ ദർജന ഉയർത്തി കൊടുക്കണേ അല്ലാ. അതുപോലെ ഇവിടെ നമുക്ക് നേതൃത്വം നൽകുന്ന കൊമ്പോൽ തങ്ങളവറുകൾ, കൊമ്പോൽ സാദാത്തുക്കൾ, അല്ലാഹുവേ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾക്കുള്ള താങ്ങാണ്, തണലാണ് കൊമ്പോൽ കുഞ്ഞിക്കോയ തങ്ങളവറുകൾ. അതാ ഇവിടെയുള്ള മുഴുവൻ പ്രാസ്ഥാനിക സാരഥ്യങ്ങളുടെയും അമരത്തുള്ളവരാണ്. ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തു തന്ന സയ്യിദവറുകൾ. ഈ വേദിയിൽ എത്രയോ സാദാത്തുക്കളുണ്ട്, എനിക്കറിയുന്നവരും അറിയാത്തവരും. പക്ഷേ അവരെ അറിയാത്തവർ ലോകത്തില്ല. അല്ലാഹ് അല്ലാഹ് ഞങ്ങളുടെ ഖൽബ് നീ മുനവ്വറാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് കഴുകി വൃത്തിയാക്കി ഇനിയുള്ള ജീവിതം നിന്റെ ത്വാഅത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, രഹസ്യമായും പരസ്യമായും എല്ലാം. ത്വാഹിറായ നബിതങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ ത്വാഹിരീങ്ങളായ കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഖുർആൻ അവിടുത്തെ പരിശുദ്ധി പറഞ്ഞ ആയത്ത് ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കടന്നിട്ടില്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തഹാറത്ത് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ചിന്തയിലും ഞങ്ങളുടെ ഖൽബിലും ഞങ്ങളുടെ പ്രവൃത്തിയിലുമെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്.